നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബികോം കഴിഞ്ഞ് TTC എടുത്തത് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. PSC എഴുതി സർക്കാർ സർവീസിൽ പഠിപ്പിക്കാൻ കയറണമെന്നും വെറും പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കണമെന്നുമായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാ ഇവിടെ ജോലി കിട്ടിയത്. പിന്നെ ഈ സ്കൂളായിരുന്നു എൻ്റെ ലോകം. ഇവിടുത്തെ കുഞ്ഞുങ്ങളുമായി എനിക്ക് ഒരുപാട് മാനസിക അടുപ്പം ഉണ്ടായിരുന്നു. നിന്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാതെ വെറും വാശിക്ക് അമ്മ നിന്നെ ഇവിടുന്ന് പുറത്താക്കി. അന്നത്തെ നിന്റെ മാനസികാവസ്ഥ ഇപ്പൊ എനിക്ക് ഊഹിക്കാനാവും. അന്ന് ഞാനിവിടുന്ന് പോകരുതെന്നും പറഞ്ഞ് കുട്ടികൾ കരഞ്ഞു. ചില കുറുമ്പന്മാർ എനിക്ക് വേണ്ടി സമരം നടത്താൻ വരെ തുടങ്ങി. ഒടുവിൽ ഞാൻ തന്നെ അവരെ സമാധാനിപ്പിച്ചു. അതൊക്കെ വിട്ടേക്ക്. ഇപ്പൊ എല്ലാം മാറി മറിഞ്ഞില്ലേ? എല്ലാ സങ്കടങ്ങൾക്കും പകരം ദൈവനിധി എത്തിച്ചത് എത്രമാത്രം ഉയരത്തില്. അതെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന നിമിഷങ്ങളിലൂടെയാ ഞാനിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നല്ല നിമിഷങ്ങളുടെ ഓർമ്മയ്ക്കായി ഈ ഷോള് ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും സൂക്ഷിച്ചു വെക്കും. ഷോള് സൂക്ഷിച്ചു വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തൽക്കാലം ഇതൊന്നും ഊരി മടക്കി വെച്ചില്ലെങ്കിൽ നീ ഒരു പൊങ്ങച്ചക്കാരിയാണെന്ന് ഇവിടെ ഉള്ളവർക്ക് തോന്നും. തോന്നിക്കോട്ടെ, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് കരുതിയാലും കുഴപ്പമില്ല. എന്നെ സാറിനറിയാലോ, അത് മതി. പക്ഷേ എന്റെ പെണ്ണിനെ ആരും ഒരു പൊങ്ങച്ചക്കാരിയായി കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഷോള് ഊരി മാറ്റുക. അയ്യോ, എന്താ? എടാ, നിധിയുടെ താലിമാല പൊട്ടി. ഇതൊരു നിമിത്തോടാ. നിധി ഇനി എനിക്ക് തന്നെ കിട്ടും. അയ്യോ സർ, ഇതെന്തോ കുഴപ്പമാണ്. താലിമാല ഇങ്ങനെ പൊട്ടി വീഴാൻ പാടില്ല. ദൈവം എന്തോ ദുസൂചന തന്നതാ. ഓ പിന്നെ ദുസൂചന, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാ. തിരിച്ചിട്ട പ്രശ്നം തീർന്നില്ലേ? അങ്ങനെയല്ല സർ, സുമംഗലിയായ ഒരു പെണ്ണ് താലി ഊരേണ്ടത് അവള് വിധവയാവുമ്പോ മാത്രം, അല്ലെങ്കിൽ പിരിയുമ്പോ. നമ്മൾ പിരിയുമെന്നാണോ നിന്റെ പേടി? നോക്ക്, ഒരു ശക്തിക്ക് നമ്മളെ പിരിക്കാനാവില്ല. അതുകൊണ്ട് ഈ താലി ഒന്നുകൂടെ ഞാൻ തന്നെ കെട്ടിത്തരാം. പോരെ? എന്തു പറയുന്നു? എടുക്ക്. കൊളുത്ത് അടുക്കുന്നില്ലല്ലോ. അയ്യോ, നന്നായിട്ട് പ്രസ് ചെയ്യാ. പറ്റുന്നില്ല. നീ അടങ്ങി നിന്ന്, ഞാൻ ഇപ്പൊ ശരിയാക്കാം. എല്ലാം പോയടാ, പോയി. കൊളുത്തിട്ട് കഴിഞ്ഞല്ലോ, എന്നിട്ട് സാർ എന്തെടുക്കും? ഇടുവല്ലേ, എനിക്ക് കൊളുത്തിട്ട് കൊതി തീരുന്നില്ല. അത് പിന്നെ ഈ താലി കൊളുത്തിന്റെ നിധി. അയ്യോ അങ്ങനെയല്ല സർ, മാഡം ഈ താലി മാലയും ഈ താലി അതെല്ലാം ഞങ്ങൾ കണ്ടു. നിങ്ങളുടെ കല്യാണം അപ്രതീക്ഷിതമായി നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോ താലികെട്ട് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇനി മാല ഇടുന്നവര് കാണണമെങ്കിൽ രണ്ടും മാല അറേഞ്ച് ചെയ്യാം. ഞങ്ങൾ ഒന്നുകൂടി കല്യാണം കഴിക്കാം, അല്ലേ നിധി?
ഏട്ടാ ഒരു മിനിറ്റ്. എന്താടാ? ഒരു രഹസ്യം. 1 മിനിറ്റ്. സർ, പ്രണവ് എന്താ പറഞ്ഞത്? നത്തിങ്. എന്തേലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടോ. 5 ചെയ്യ്.